CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അതല്ലേ എത്തിച്ചിട്ടുള്ളൂ. അവിടെ കണ്ണൂർ കൊല്ലിയല്ലേ, കൊല്ലിയല്ലേ ചെയ്യുന്നത്. കൊന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാ? ചീമേനിയാണ്. അതന്നെ. ആ കൊന്നത് നമ്മളാരും അല്ലതാണ്, ഞങ്ങളെയാണ് കൊന്നത്. 5 സഖാക്കളെ ഒരേ സ്ഥലത്ത് കൊന്നത്, തീയിട്ട് കൊന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്നിട്ട് അതെല്ലാം പൊടിച്ചു പറഞ്ഞിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് SFIയുടെ ചുമലിൽ വെച്ചിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ അതൊരു വാർത്തയാവുന്നില്ല. അത് നിങ്ങൾക്കൊരു വാർത്തയല്ല. അല്ല, പോലീസ് ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലേ? അങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ട് കേസുണ്ടാവും. ഇതെന്താ സോഷ്യലിസ്റ്റ് ഭരണ മറ്റാ? ഇത് മുതലാളിത്ത ഭരണമല്ലേ? ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലേ? നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ താല്പര്യ സംരക്ഷണവുമായിട്ട് നിലകൊള്ളുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയല്ലേ ഇന്ത്യയിലുള്ളത്. കേരളത്തിലെ പോലീസ് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പോലീസാ? അതായത് നേരത്തെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് പ്രത്യേക ഒരു പുസ്തകം ഞാൻ ഇരിക്കുന്നുണ്ട്, ഭരണകൂടവും ഭരണവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇപ്പോൾ ഇത്ര വ്യക്തമായാൽ മതി. ഭരണകൂടവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പോലീസ് എടുക്കുന്ന മുഴുവൻ നിലപാടിൻ്റെയും ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാട് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു തിരിധാരണ നിങ്ങൾക്ക് വേണ്ട. അതിന് നയപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന് ചെയ്യണമെന്നെല്ലാം വന്നു. അതിൽ കയറി എങ്ങനെ പിടിക്കണ്ട. ഏതാ പത്രം? ഏഷ്യാനാ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലേ ഏഷ്യാനിൻ്റെ അജണ്ടയിൽ എന്നെ കൊണ്ടുവരണ്ടെന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള അജണ്ടയാണ്. അത് മന്ത്രിസഭക്കെതിരായിട്ടുള്ള അജണ്ടയുമാണ്. ആ അജണ്ടയിലേക്ക് എന്നെയും കൂടി ചേർക്കേണ്ടതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഏഷ്യാനെറ്റ് തന്നെയാണ് പ്രധാനം. വന്നോട്ടെ എന്ന് വിമർശിക്കുന്നതൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല. വിമർശനമൊന്നുമല്ല ഏഷ്യാനെറ്റിന്, സംഹാരപരമായ നിലപാടാണ്. എന്ത് വിമർശനം? അത് രണ്ടും രണ്ടായിട്ട് തന്നെ കണ്ടാൽ മതി. ഒന്ന് സംഹാരം, മറ്റൊന്ന് വിമർശനം. വിമർശനത്തെ ശരിയായ രീതിയിൽ കാണുക, ഉൾക്കൊള്ളുക, ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. സംഹാരപരമായ നിലപാട് സ്വീകരിക്കുക, അത് തിരുത്താൻ വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ ശ്രമം. നിങ്ങൾക്കതൊന്നുമല്ല നിങ്ങളുടെ ഉദ്ദേശം. ഇതേവരെയുള്ള നിങ്ങളുടെ എല്ലാ ചിത്രവും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളെല്ലാം മൂലധന നിക്ഷേപത്തിൻ്റെ വക്താക്കളെ പറ്റി നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അത്രയും നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട്. രാജീവ് ഞാൻ പറയുന്നില്ല. കേരളമായിട്ട് എന്തിനാ പ്രതിപക്ഷ നേതാവ് നാളെ പറയുന്നത് ഇന്നലെ തന്നെ ഏഷ്യാനെറ്റ് പറയുന്നില്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നാളെ ഏഷ്യാനെറ്റിൽ വരുന്നില്ല. ഇന്നലെ ഏഷ്യാനെറ്റിൽ വന്നത് ഇന്നും കഴിഞ്ഞ് നാളെ പ്രതിപക്ഷ നേതാവ് പറയലാണ്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.